മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം 2025 മാർച്ച് മാസത്തിലെ ധനുരാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തിലെ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരു ഇടവം രാശിയിലും, ചൊവ്വ മിഥുനം രാശിയിലും, കേതു കന്നി രാശിയിലും, സൂര്യനും ശനിയും കുംഭം രാശിയിലും, ചന്ദ്രൻ ബുധൻ ശുക്രൻ രാഹു എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. മാർച്ച് 14 തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും, മാർച്ച് 29 തീയതി ശനിയും കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. ശനിയുടെ ഈ രാശിമാറ്റം എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും. ശനിയുടെ ഈ രാശിമാറ്റത്തോടെ മകരം രാശിക്കാരുടെ 7.5 ശനി അവസാനിക്കുന്നതാണ്. അതുപോലെ കുംഭം രാശിക്കാരുടെ 7.5 ശനിയുടെ 3-ാം ചരണം, മീനം രാശിക്കാരുടെ 2-ാം ചരണം, മേടം രാശിക്കാരുടെ 1-ാം ചരണം ആരംഭിക്കുന്നതുമായിരിക്കും. കർക്കിടകം രാശിക്കാരുടെ അഷ്ടമശനി അവസാനിക്കുന്നതാണ്. ചിങ്ങം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുമെങ്കിലും ശനി 8-ൽ പ്രവേശിക്കുന്നത് കാരണം അഷ്ടമശനിയുടെ പ്രഭാവത്തിലാകുന്നതുമായിരിക്കും. ഇടവം വൃശ്ചികം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുന്നതും കന്നി മിഥുനം ധനു എന്നീ രാശിക്കാർക്ക് കണ്ടകശനി ആരംഭിക്കുന്നതുമായിരിക്കും. മാസാരംഭത്തിൽ മീനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നിനി നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. ഇത് രോഗസ്ഥാനവുമാണ്. ഇവിടെ ശുഭഗ്രഹം ശുഭഫലങ്ങൾ കുറവായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഗുരു ഇവിടെ ഏകദേശം 2.5 മാസത്തോളം ഇനിയും നിൽക്കുന്നതായിരിക്കും. അതിൻ്റെ അർത്ഥം ഗുരു ഈ സമയം മുഴുവനും നിങ്ങൾക്ക് രോഗം വരുത്തും എന്നല്ല കരുതേണ്ടത്. ഉദാഹരണത്തിന് 6-ാം ഭാവാധിപൻ ശുക്രൻ ഇപ്പോൾ നിൽക്കുന്നത് തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലാണ്. ഈ സമയത്ത് ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും. എങ്കിലും ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളിൽ എപ്പോഴും പ്രീകോഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 5-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ 7-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അല്പം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. സാധാരണ ചൊവ്വ കേന്ദ്രസ്ഥാനത്ത് ശുഭഫലങ്ങളും നൽകാറുണ്ട്. പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കാതെ നന്നായി പരിശ്രമം ചെയ്യുന്ന പക്ഷം ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ശനിയുടെ 3-ാം ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിരിക്കും. ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർച്ച് മാസം നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല. നിങ്ങളുടെ ഇടയ്ക്ക് ചില സമയത്ത് യാതൊരു കാരണമില്ലാതെയും വാക്കുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും ഉണ്ടാകാനിടയുണ്ട്. അതിനാൽ നിങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി പെരുമാറിയാൽ പ്രശ്നങ്ങളിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 7-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് തൻ്റെ നീചസ്ഥാനമായ മീനത്തിലാണ്. പക്ഷേ ഇവിടെ ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ ബുധന് നീചഭംഗം ഉണ്ടാകുന്നതും ഇവിടെ നീചഭംഗ രാജയോഗം ഉണ്ടാകുന്നതുമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. എങ്കിലും 7-ൽ ചൊവ്വ നിൽക്കുന്നതിനാൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ വരാൻ ഇടയാകുന്നതായിരിക്കും.
അതുപോലെ ജീവിത പങ്കാളിയിൽ അല്പം അഗ്രസീവ്നെസ് വരാനും ചാൻസുകൾ ഉണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഭാഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 9ാം ഭാവാധിപൻ സൂര്യനാണ്. സൂര്യൻ നിങ്ങളുടെ 3ാം ഭാവത്തിലാണ് മാർച്ച് 14-ാം തീയതി വരെ നിൽക്കുന്നത്. അതിനുശേഷം സുഖസ്ഥാനമായ 4ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. ഈ മാസം സൂര്യൻ്റെ സ്ഥിതി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ വർധന ഉണ്ടാക്കുന്നതായിരിക്കും, പ്രത്യേകിച്ചും മാസത്തിൻ്റെ 2ാം പകുതിയിൽ. ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാവുന്നതാണ്. ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച് ശുഭഫലങ്ങൾ കരസ്ഥമാക്കുന്നതുമായിരിക്കും. പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും. ക്യാമ്പസ് ഇൻ്റർവ്യൂവും മറ്റുമുണ്ടെങ്കിൽ അതിൽ നന്നായി പെർഫോം ചെയ്യുന്നതാണ്. ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും. സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും. ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. 10ാം ഭാവമാണല്ലോ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 10ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ കേന്ദ്രസ്ഥാനവും സുഖസ്ഥാനവുമായ മീനത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ബുധന് നീചഭംഗവും സംഭവിക്കുന്നുണ്ട്. ലാഭസ്ഥാനാധിപനായ ശുക്രനും 4ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുകയാണ്. ഈ മാസം കരിയറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമായിരിക്കും. ജോലിസ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും. കരിയറിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോബ് ചേഞ്ച് ചെയ്യുവാൻ ഇത് അനുകൂല സമയമായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ഇത് നല്ല സമയമായിരിക്കും. നിങ്ങളുടെ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ബിസിനസ്സിൽ ചില പരിവർത്തനങ്ങളും മറ്റും ചെയ്യാനും സാധ്യതകളുണ്ട്. ധനുരാശിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാർച്ച് 29-ാം തീയതി ശനി 4ാം ഭാവമായ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാകുന്നതായിരിക്കും. ഇനി അടുത്ത 2.5 വർഷത്തോളം നിങ്ങൾ ശനിയുടെ ഈ പ്രഭാവത്തിലായിരിക്കും. പക്ഷേ ഇതിൽ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജാതകത്തിൽ ശനി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ശനിയുടെ ശുഭഫലങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ളവർക്ക് ഈ സമയത്ത് ശനി ഉന്നതങ്ങളിലേക്കുള്ള വഴി കാണിച്ചു തരുന്നതായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ പിന്നീട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ധനുരാശിക്കാരുടെ വർഷം 2025 മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.